എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കിന്റെ ഹെഡ് ബിന്ദു ടീച്ചറിനും പ്ലേസ്മെന്റ് സെൽ കൺവീനർ ഇസബല ടീച്ചറിനും എൻ്റെ നന്ദി അറിയിക്കുന്നു. നമ്മുടെ വിഷയം സംഗീതം പഠിച്ചാലുള്ള തൊഴിൽ സാധ്യതകൾ, അല്ലെ ജീവിക്കാനുള്ള മാർഗങ്ങൾ. തൊഴിൽ ഒരു എംപ്ലോയ്മെന്റ് തന്നെ വേണമെന്നില്ല. കാര്യം നമ്മൾ സംഗീതം പഠിച്ച് സംഗീതത്തിനാണ് ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതിന് സാധിക്കുന്നവർ ധാരാളമുണ്ട്. സംഗീതം പഠിക്കുന്നതുകൊണ്ട് പെർഫോമർ മാത്രമല്ല, മറ്റ് നിരവധി അവസരങ്ങൾ ലഭ്യമാണ്. ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആവാൻ നമ്മളൊരു യൂണിവേഴ്സിറ്റി പഠിക്കുകയോ അങ്ങനെ ഫോമൽ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആവശ്യമില്ലാതെ പെർഫോമേഴ്സായ മഹത് വ്യക്തികളെ നമുക്കറിയാം. പ്രഥമ ഉദാഹരണം ഭാരതരത്ന കൊടുത്ത് നമ്മുടെ രാജ്യം ആദരിച്ച MS സുബ്ബലക്ഷ്മിയാണ്. 4ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. അത് തന്നെ കൃത്യമായ സ്കൂളിൽ പോയിരുന്നില്ല. സംഗീതമാണ് പഠിച്ചത്, മറ്റൊന്നും പഠിച്ചില്ല. അതുകൊണ്ട് സംഗീതം കൊണ്ട് ജീവിതത്തിൽ ഒരു ഭാരത പൗരന് എത്ര ഉയരത്തിലെത്താമോ അത്രയും ഉയരത്തിലെത്തി MS സുബ്ബലക്ഷ്മി അമ്മ. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ ഡോക്ടർ M ബാലമുരളികൃഷ്ണ സ്കൂളിലേ പോയിട്ടില്ല. 2-3 മാസം പോയിന്ന് ആണ് അദ്ദേഹം പറയുന്നത്. അത് ശരിക്കും ക്ലാസ്സൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തിരക്കിലായിരുന്നു. അദ്ദേഹവും ഒരു സംഗീതജ്ഞന് നേടാവുന്നതിൻ്റെ ഏറ്റവും ഔന്നത്യത്തിലെത്തി. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ പണ്ഡിറ്റ് ഭീംസൻ ജോഷി കുട്ടിക്കാലത്തെ നാട് വിട്ട് സംഗീതം അഭ്യസിക്കാൻ പോയി വലിയ സംഗീതജ്ഞനായി തീർന്നു. അപ്പോൾ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആവാൻ നമുക്ക് വേണ്ടത് സംഗീതത്തോടുള്ള ആത്മാർത്ഥതയും അർപ്പണബോധവുമാണ്. എന്നാൽ സംഗീതം പഠിച്ച് എല്ലാവർക്കും വലിയ പെർഫോമറായി തീരാൻ പറ്റുമോ? പറ്റണമെന്നില്ല. നിരവധി സാഹചര്യങ്ങൾ ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. മുൻപൊക്കെ നമ്മൾ ഗുരുകുലവാസം ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഗുരുവിൻ്റെ അടുത്ത് സ്ഥിരമായി പോയി പഠിക്കുന്നു. അങ്ങനെയുള്ള വിദ്യാഭ്യാസ രീതിക്ക് തൊഴിലവസരങ്ങൾ കുറവാണെന്ന് കണ്ടും പഠന രീതി ഒരു പ്രത്യേക പദ്ധതി പ്രകാരമല്ലെന്നും കണ്ടാണ് അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിലവിൽ വരുന്നത്. സംഗീതമടക്കമുള്ള കലാരൂപങ്ങൾ പഠിപ്പിക്കുന്നത്. ഈ സംഗീതം പഠനം ആരംഭിച്ചപ്പോൾ തന്നെ കേരളത്തിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2 രീതിയിൽ കോളേജുകൾ പ്രവർത്തിച്ചിരുന്നു. ഒന്ന് യൂണിവേഴ്സിറ്റികളോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള കോളേജ്, ലൈക്ക് അന്നത്തെ വിമൻസ് കോളേജ്, ചിറ്റൂർ ഗവൺമെൻറ് കോളേജ്. ഇവിടെ നിന്നൊക്കെ സംഗീതത്തിൽ ബിരുദം BA MA പാസ്സാകാനുള്ള അവസരം ലഭിച്ചിരുന്നു. അവർ കൂടുതൽ തിയററ്റിക്കൽ സൈഡ് പഠിക്കുക, പ്രാക്ടിക്കൽ സൈഡ് കുറച്ചാണ് ആദ്യകാലത്ത് പഠിച്ചിരുന്നത്. അതേ സമയത്ത് തന്നെ സംഗീതത്തിലെ വളരെ ഔന്നത്യമുള്ള നിലവാരമുള്ള പഠന രീതിക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് സ്വാതിരുനാൾ കോളേജ് വന്നു. അതൊക്കെ മ്യൂസിക് അക്കാഡമി എന്നാണ് പറയുന്നത്, സംഗീത അക്കാഡമികൾ നിലവിൽ വന്നു. അവിടുത്തെ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പരിശീലന പദ്ധതി ഈ രാജ്യത്തെ ഏറ്റവും മികച്ച സംഗീതജ്ഞർ വരികയും പഠിപ്പിക്കുകയും ഒരു 1970 എൻഡ് വരെ കേരളത്തിലുള്ള മികച്ച ഗായകർ, കർണാടക സംഗീതക്കാരെല്ലാം തന്നെ മിക്കവാറും എല്ലാവരും വന്നത് ഇത്തരം അക്കാഡമികളിലെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം ഈ അക്കാഡമികളും നമ്മുടെ യൂണിവേഴ്സിറ്റി സിസ്റ്റത്തിലേക്ക് അമാൽഗമേറ്റ് ചെയ്ത് ഇപ്പോൾ ഒരേ രീതിയിലുള്ള കോഴ്സുകളാണ് മിക്കവാറും എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നടത്തുന്നത്. ഇനി സംഗീതം പഠിച്ചാലുള്ള ജോലികൾ. സംഗീതം പഠിച്ചാൽ ഏത് ഡിഗ്രി പഠിക്കുന്ന
ആൾക്കും കിട്ടുന്ന എല്ലാ ജോലിയും നമുക്കും കിട്ടും. ഞാൻ സംഗീതം മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഞാൻ പലവിധ ഡിപ്പാർട്ട്മെന്റുകളിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സംഗീതം പഠിച്ചാൽ ഒരു BA എക്കണോമിക്സുകാരനോ BA ഇംഗ്ലീഷ് ലിറ്ററേച്ചറുകാരനോ എന്തൊക്കെ ജോലി കിട്ടുമോ ആ ജോലികൾ മിക്കവാറും എല്ലാ ജോലികളും തന്നെ ഒരു BA മ്യൂസിക് പഠിച്ച വിദ്യാർത്ഥിക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ തന്നെ MA ഒരു MA ക്വാളിഫിക്കേഷനുള്ള ഏത് ജോലിക്കും സംഗീത MA പഠിച്ച ആൾക്കും അത് നിങ്ങൾക്കറിയാം എന്തെല്ലാം ജോലി കിട്ടും എന്നുള്ളത് അറിയാവുന്നതാണ്. നമുക്ക് വേണേൽ ബാങ്ക് ക്ലർക്ക് IAS സിവിൽ സർവീസിന് എഴുതാം. അങ്ങനെയുള്ള ഏത് ഒരു ഡിഗ്രി ഹോൾഡർക്കോ PG ഹോൾഡർക്കോ ഉള്ള എല്ലാ അവന്യൂസും നമുക്കും ഓപ്പൺ ആണ്. എന്ന് വെച്ചാൽ വിശാലമായ സാധ്യതകളാണ് സംഗീതം പഠിച്ചാലും സാധാരണയായ ഒരു വിദ്യാർത്ഥിക്ക് കിട്ടുന്ന പോലെയുള്ള അവസരങ്ങൾ. സംഗീതം പഠിച്ചാൽ നമുക്ക് ഇതിനു പുറമെ ശ്രദ്ധിക്കേണ്ടത് ഈ മറ്റു വിഷയങ്ങൾ പഠിക്കുന്നവർക്ക് കിട്ടുന്നതിന് പുറമെ ആണ് നമുക്ക് കൂടുതലായിട്ടുള്ള അവസരങ്ങൾ കിട്ടുന്നത്. സംഗീതത്തിന്റെ മേഖലയിൽ സംഗീതത്തോടുള്ള അനുബന്ധ കലകൾ, സംസ്കാരത്തിന്റെ കൾച്ചറൽ സ്റ്റഡീസ്, കൾച്ചറൽ ഫീൽഡ് അങ്ങനെയുള്ള മേഖലകളിലൊക്കെ സംഗീതക്കാർക്ക് പ്രത്യേകിച്ചൊരു പരിഗണന ലഭിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് മുൻപൊക്കെ സംഗീതക്കാർക്ക് ആകാശവാണി, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശനിൽ ജോലി കിട്ടിയിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്ട്രി സ്ഥാപിക്കുകയും അതിന് കീഴിൽ ആകാശവാണിയിൽ അന്നുള്ള ഏറ്റവും മികച്ച കലാകാരന്മാരെ റിക്രൂട്ട് ചെയ്യുകയും ചെയ്തു. അത് സംഗീതം മാത്രമല്ല, എഴുത്ത്, സാഹിത്യകാരന്മാരെയും എല്ലാം അന്ന് ആകാശവാണിയുടെ ഭാഗമാക്കിയിരുന്നു. അങ്ങനെ ആകാശവാണിയിൽ ജോലി ചെയ്ത മഹൽ വ്യക്തികളാണ് പണ്ഡിറ്റ് രവിശങ്കർ, ബാലമുരളികൃഷ്ണ, ഇവരെല്ലാം ആകാശവാണിയിൽ ജോലി ചെയ്തിട്ടുണ്ട്. അത് അന്നൊരു വലിയ പ്രൊഫഷണൽ സംഗീതജ്ഞർക്ക് വലിയ ഒരു തൊഴിൽ മേഖലയായിരുന്നു ആകാശവാണി, പിന്നീട് വന്ന ദൂരദർശൻ. അതർവൈസ് നമ്മൾ മിക്കവാറും സംഗീതം പഠിപ്പിക്കുക, എൻ്റെ അറിവിൽ സംഗീതം പഠിച്ച് പുറത്തിറങ്ങിയ ആരും തന്നെ ഒരു ജീവിതമാർഗമില്ലാതെ ബുദ്ധിമുട്ടുന്നതായി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എല്ലാവരും അടുത്തിപ്പം പെൺകുട്ടികളാണെങ്കിൽ വിവാഹം കഴിച്ച് ചെല്ലുന്ന സ്ഥലത്ത് ഒരു പഠന ക്ലാസ് തുടങ്ങി, കുറച്ച് സ്റ്റുഡൻസ്, അവർക്കൊരു ജീവിതമാർഗം എന്തായാലും സംഗീത പഠനത്തിൽ കൂടി ലഭിക്കുന്നുണ്ട്. ഇനി ഫോമൽ ആയിട്ടുള്ള എന്തൊക്കെ എംപ്ലോയ്മെന്റ്സ് അല്ലെങ്കിൽ മറ്റ് സാധ്യതകൾ, തൊഴിൽ നമ്മൾ ജോലിയായിട്ട് തന്നെ ചെയ്യണമെന്നില്ല, റിസർച്ച് മേഖലകളുണ്ട്, കൾച്ചറൽ ഓർഗനൈസേഷൻസ് റൺ ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് റൺ ചെയ്യാം, ഇങ്ങനെ പലവിധ മാർഗങ്ങളുണ്ട്. ഇനി ഇതൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ ചിലവുള്ളതാണ്, നമുക്ക് സ്വയം ചെയ്തു തുടങ്ങണമെന്നില്ല. നമ്മൾ സംഗീതം പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുന്ന ഒരു സംഗീതാധ്യാപകനാകാനാണ്. സ്കൂളിലോ കോളേജിലോ ഒരു സംഗീതാധ്യാപകനാകുക. അതിനുള്ള അവസരങ്ങൾ സർക്കാരിൻ്റെ അന്നന്ന് നിലവിലുള്ള സർക്കാരിൻ്റെ നയങ്ങളനുസരിച്ച് അതിൻ്റെ അവസരങ്ങൾ കൂടിയും കുറഞ്ഞും ഇരിക്കും. അത് പക്ഷേ അതിലും സാധ്യതകളുണ്ട്. അതല്ലാതെ ഇപ്പം ആകാശവാണി ആയാലും അങ്ങനത്തെ പല സ്ഥാപനങ്ങളിലെയും ജോലികൾക്ക് സംഗീതത്തിൽ പ്രാവീണ്യമുള്ളവരെ ഇപ്പോഴും സെലക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആകാശവാണിയിൽ ഇപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ടീവിൻ്റെ ജോലിയുണ്ട്. സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് വഴിയാണ് ഇപ്പം സെലക്ഷൻ നടക്കുന്നത്. ഞാൻ ആകാശവാണി പ്രോഗ്രാം എക്സിക്യൂട്ടീവായിട്ട് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ റിക്രൂട്ട്മെന്റിൽ കയറിയ ആളാണ്. അന്ന് കർണാടക സംഗീതത്തിൽ സ്പെഷ്യലൈസ് ചെയ്തവരെ UPSC റിക്രൂട്ട് ചെയ്തിരുന്നു. കർണാടക സംഗീതത്തിൽ ഡിഗ്രിയോ പോസ്റ്റ് ഗ്രാജുവേഷനോ ഉള്ളവരെയാണ് അന്ന് സെലക്ട് ചെയ്തത്. ഇന്ന് ആ റിക്രൂട്ട്മെന്റ് ഇല്ല. പക്ഷേ സ്റ്റാഫ് സെലക്ഷൻ ബോർഡ് ഇപ്പോൾ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് സംഗീതക്കാർക്ക് അത് വളരെ ഗുണമുള്ള ഒരു മേഖലയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സംഗീതക്കാർക്കുള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മൾ വോയിസ്, നമ്മുടെ ശബ്ദം നമ്മൾ നന്നായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ശബ്ദം ഉപയോഗിച്ച് ചെയ്യാവുന്ന ജോലികൾ, ആങ്കറിങ്, ഇങ്ങനെയുള്ള പല മേഖലകളിലും സംഗീതക്കാർക്ക് ഒരു മുൻഗണന മറ്റുള്ളവരെക്കാൾ കിട്ടാറുണ്ട്. എനിക്ക് പഠിച്ചിട്ടും മിടുക്കരായിട്ടുള്ള സംഗീതജ്ഞരുണ്ട്. അതെ, രണ്ടിന്റെയും ഉദാഹരണങ്ങൾ സാറ് പറഞ്ഞു. സാറിന്റെ അഭിപ്രായത്തില്
പഠിക്കാതെ പെർഫോമിംഗ് ആർട്ടിസ്റ്റ് ആവുന്നതാണോ നല്ലത്, അതോ അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയിട്ട് പോകുന്നതാണ്? ഏതായിരിക്കും വിച്ച് യു പ്രിഫർ? എന്റെ പ്രിഫറൻസ് എന്തായാലും നന്നായി പെർഫോം ചെയ്യണമെന്നേ ഉള്ളൂ. കാരണം ഒരു വൈരുദ്ധ്യം എപ്പോഴും കാണാവുന്നത്, മ്യൂസിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും പെർഫോമിംഗ് ആസ്പെക്റ്റില് കുറച്ചുകൂടെ വീക്ക് ആവുകയും പെർഫോമിംഗ് ആയിട്ടുള്ളവർക്ക് മ്യൂസിക്കലി ക്വാളിഫിക്കേഷൻ കുറവാകുകയും ചെയ്യുന്ന ഒരു ആസ്പെക്ട് കാണാറുണ്ട്. അപ്പൊ അത് അല്ലല്ല, എങ്ങനെ അത് സാറ് അങ്ങനെ വലിയ അങ്ങനെ അങ്ങനെ അത് നമുക്ക് ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്ന് വെച്ചാൽ അത് സംഗീതത്തിൽ മാത്രമല്ല, എല്ലാ വിഷയത്തിലും ഉണ്ട്. മുൻപ് അത് പല മഹാവിദ്വാൻമാരോടും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്, ഇപ്പൊ കുട്ടികൾ അല്ലെ ഇപ്പോഴത്തെ പെർഫോമേഴ്സിന്, ഇപ്പൊ നിങ്ങളൊരു സംഗീത കച്ചേരി കേട്ടു, യങ്കർ ജനറേഷൻ ഒരു 50 വയസ്സിന്റെ അറൗണ്ട് അതിനും താഴോട്ടുള്ള നമ്മുടെ വലിയ പെർഫോമേഴ്സും അവരിപ്പോ പാടുന്നതും ഒരു ബാലമുരളി കൃഷ്ണയോ GNBയോ അരീക്കുടി രാമാനന്ദ അയ്യങ്കാരി, ഇവരൊക്കെ ചെറിയ പ്രായത്തിൽ, ഒരു ബാലമുരളി കൃഷ്ണന്റെ 20 വയസ്സിൽ മ്യൂസിക് അക്കാഡമിയിൽ 22 വയസ്സിൽ പാടിയ ഒരു കച്ചേരി ഉണ്ടെന്ന് കേട്ടു നോക്കൂ. ഇന്നത്തെ 60 വയസ്സുള്ള പാട്ടുകാരൻ അതിന്റെ അടുത്തെങ്ങും പാടുന്നില്ല. കാര്യം എന്തെന്ന് വെച്ചാല് പണ്ട് അത് ജീവിത രീതിയിൽ വന്ന മാറ്റം കൊണ്ടാണ്. ഇത് സംഗീതത്തിൽ മാത്രം ഉണ്ടായിരിക്കുന്നതല്ല, എല്ലാ വിഷയത്തിലും ഉണ്ട്. സംഗീതത്തിൽ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. പണ്ട് നമുക്ക് സംഗീതം പഠിക്കാൻ അല്ലെങ്കിൽ നൃത്തം അഭ്യസിക്കാൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിഷയം പഠിക്കാൻ തീരുമാനിച്ചാൽ ആ വിഷയത്തിൽ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. ഇവര് ഉറങ്ങുന്നത് ഒഴികെയുള്ള മിക്ക സമയവും ആ വിഷയത്തിൽ ആലോചിക്കുകയാണ്. അതുകൊണ്ട് ഒരു 18 വയസ്സ് 19 വയസ്സാകുമ്പോൾ ഒരു പൂർണ്ണ കലാകാരനായി മാറുന്നു. അത് അന്നത്തെ ജീവിത സാഹചര്യമാണ്. ഇന്നിപ്പം ഒരു കുട്ടി ജനിക്കുന്നു, അവർക്ക് പലവിധ അവന്യൂസ് ആണ്. ഒരു വിഷയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. ഏകദേശം നിങ്ങളൊരു +2 കഴിയുന്നവരെ നിങ്ങൾക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതുമായ നിരവധി വിഷയങ്ങൾ പഠിക്കുകയും നിരവധി കാര്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ടാലൻ്റ് ഉള്ള ഏരിയയിൽ സമയം ചെലവഴിക്കാനുള്ളത് കുറവാണ് കിട്ടുക. അതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ ഗുരുവിൻ്റെ അടുത്ത് പഠിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചുകൊണ്ടോ അതിനൊരു വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇത് നമ്മുടെ പൊതുവെ ജീവിത രീതി വന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു നിലവാര വ്യത്യാസമാണിത് എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ചോദ്യങ്ങൾ ഇടയ്ക്ക് ചോദിക്കാൻ ഞാൻ ഇത് പറഞ്ഞു പോവാം. ഇപ്പോൾ സംഗീതം അഭ്യസിച്ചു, അധ്യാപകനാകാൻ പറ്റിയില്ല, അല്ല ഒരു റെഗുലർ ഇൻസ്റ്റിറ്റ്യൂഷനിൽ അധ്യാപകനാകാൻ പറ്റിയില്ല, നമുക്ക് തന്നെ നമ്മൾ തന്നെ പലരും സ്വന്തം സ്ഥാപനങ്ങൾ സ്ഥാപിക്കാറുണ്ട്. സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, മ്യൂസിക് ട്രെയിനിങ്ങിനും മറ്റ് കലകൾക്കുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. സംഗീതം അഭ്യസിച്ചാൽ സംഗീത സംവിധാനം നമ്മുടെ ഒരു മേഖലയാണ്. സിനിമ മാത്രമല്ല, സിനിമയും അനുബന്ധ കലകളും, നാടകം, അങ്ങനെ പലവിധ മേഖലകളിൽ സംഗീത സംവിധാനത്തിൻ്റെ രീതികളുണ്ട്. അത് നമുക്കൊരു വലിയ ഏരിയയാണ്, തൊഴിൽ സംബന്ധമായ വലിയൊരു ഏരിയയാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന പലരും ഉണ്ടാവും, മ്യൂസിക് കമ്പോസിങ്ങും ഒക്കെ ചെയ്യുന്ന പലരും ഉണ്ടാവില്ല, നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവില്ല, സ്റ്റുഡൻസിന്റെ ഇടയ്ക്ക് തന്നെ ഉണ്ടാവും അല്ലേ? ഒരു ഡിഗ്രി തീരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ട ഒരു കാര്യമല്ല ഇതൊന്നും. പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ആരും നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ചോദിക്കാറില്ല. ഒരു ജോലിക്ക് ചെല്ലുമ്പോഴാണ് നിങ്ങളോട് ക്വാളിഫിക്കേഷൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു കമ്പോസർ എന്ന് പറഞ്ഞാൽ ചെറിയ പ്രായത്തിലും കമ്പോസ് ചെയ്യാം. അത് നിങ്ങൾക്കൊരു വലിയ തൊഴിൽ മേഖലയാണ് കമ്പോസിംഗ് എന്നുള്ളത്. ഇപ്പോൾ അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള, നിങ്ങൾക്ക് താല്പര്യമുള്ള ഏതെങ്കിലും ഒരു മേഖല പറയാമോ, തൊഴിൽ സാധ്യതയുള്ള മ്യൂസിക്കിന്? ഒന്നുമില്ലേ? സൗണ്ട് എഞ്ചിനീയറിംഗ്. കറക്റ്റ്. സൗണ്ട് എഞ്ചിനീയറിംഗ് ഒരു വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്, സൗണ്ട് എഞ്ചിനീയറിംഗ്. സൗണ്ട് എഞ്ചിനീയറിംഗ്, ഈവൻ ഫിലിം എഡിറ്റിംഗ്, താളബോധം വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. താളബോധം, ടൈമിംഗ് ശരിയാവാൻ വേണ്ടി താളബോധം, നമ്മുടെ ഒരു മ്യൂസീഷ്യന്റെ താളബോധം വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു ഏരിയയാണ്. സൗണ്ട് എഞ്ചിനീയറിംഗ് ഒരു വലിയ ഇതാണ്.
ഇനി വേറെന്തെങ്കിലും സാധ്യത തോന്നുന്നുണ്ടോ? മ്യൂസിക് തെറാപ്പി. മ്യൂസിക് തെറാപ്പി ഒരു സ്കോപ്പാണ്, പക്ഷെ നമ്മളത് അത്ര അഡ്വാൻസ്ഡ് ആയിട്ടില്ല. ഒരു കൃത്യമായി തെറാപ്പി അപ്ലൈ ചെയ്യാൻ മാത്രം നമ്മൾ നമ്മുടെ പഠനം വികസിച്ചിട്ടില്ല. അതൊരു തൊഴിലാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു സാഹചര്യം ഇപ്പോഴുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ അത്ര അതിൽ ഉറപ്പുള്ള ആളല്ല. അത് നിങ്ങൾ ആലോചിക്കൂ. നമ്മളിപ്പോ പഠിച്ചു വരുമ്പോ നമുക്ക് നമ്മൾ പെർഫോമർ ആവണം. സർക്കാർ ഇതിന് വല്ല സഹായവും ചെയ്യുന്നുണ്ടോ? ഗവൺമെന്റ് തലത്തിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? സംഗീതം അഭ്യസിക്കണമെങ്കിൽ നമുക്ക് സാമ്പത്തികം ജീവിക്കാനുള്ള മാർഗം വേണമല്ലോ. അതാണല്ലോ നമ്മൾ തൊഴിൽ സാധ്യത എന്ന് പറയുന്നത്. അപ്പൊ അതിനായിട്ട് ഗവൺമെന്റ് തലത്തിലുള്ള 1-2 മിനിസ്ട്രികളാണ് പ്രധാനമായിട്ടും സാംസ്കാരിക വകുപ്പ്. ഇപ്പൊ കേരളത്തിലാണെങ്കിലും കേന്ദ്രത്തിലാണെങ്കിലും സാംസ്കാരിക വകുപ്പ് കലകളെ പ്രോത്സാഹിപ്പിക്കാനും അതിന്റെ പ്രചാരത്തിനുമായിട്ട് പ്രത്യേക പദ്ധതികളുണ്ട്. ഞാൻ ഇപ്പൊ നമ്മളൊരു സൗണ്ട് എഞ്ചിനീയർ എന്ന് പറഞ്ഞു. അപ്പൊ നമുക്കൊരു സ്വന്തമായ സ്റ്റുഡിയോ സ്ഥാപിക്കണമെങ്കിൽ പൈസ ആവശ്യമില്ലേ? പൈസ നമുക്ക് സ്വന്തമായിട്ടുണ്ടെങ്കിൽ സന്തോഷം, അല്ലെങ്കിൽ അതിനുള്ള മാർഗങ്ങളുണ്ടോ? അതിനുള്ള മാർഗങ്ങളുണ്ട്. ഇപ്പോ കേന്ദ്ര ഗവൺമെന്റ് കൾച്ചറൽ മിനിസ്റ്ററുടെ കീഴിൽ സംഗീതം അല്ലെങ്കിൽ കലകൾ അഭ്യസിക്കുന്നവരെ സപ്പോർട്ട് ചെയ്യുന്ന നിരവധി സ്കീമുകളുണ്ട്. അതിൽ ഒരു സ്കീം ഫോർ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ പ്രൊമോഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ എന്നൊരു സ്കീമുണ്ട്. അതിനകത്ത് റെപ്പർട്ടറി ഗ്രാൻഡ് ഒരു ഇതുണ്ട്. റെപ്പർട്ടറി ഗ്രാൻഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ഡ്രാമയാണ്, ഒരു ഡ്രാമ ട്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു കൾച്ചറൽ ട്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങളൊരു മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരു ടീച്ചർക്കും ടീച്ചറുടെ 2 അസിസ്റ്റൻസിനും ഉള്ള ശമ്പളമാണെന്നുള്ള രീതിയിൽ 2-3 വർഷം തന്ന് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു സ്റ്റെബിലിറ്റി കിട്ടുന്നവരെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ഗവൺമെന്റിനുണ്ട്. നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. അതൊരു സാലറി ഗ്രാൻഡ് പോലെ. നമ്മളിപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങി 2-3 വർഷം നമ്മൾ തന്നെ അത് ഓടിച്ചു, നമുക്കൊന്ന് വിപുലീകരിക്കണം എന്ന് തോന്നിയാൽ ഇങ്ങനൊരു സംവിധാനം ഗവൺമെന്റിനുണ്ട്. കുറച്ച് പ്രൊസീജിയർ ഉണ്ട്. അതൊക്കെ മിനിസ്ട്രി ഓഫ് കൾച്ചറിന്റെ വെബ്സൈറ്റിൽ പോയി നോക്കിയാൽ നിങ്ങൾക്ക് ഈസിയായി മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ കൾച്ചറൽ ഇത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിന് നിങ്ങൾക്കൊരു സാലറിയും, നിങ്ങൾക്ക് 2 അസിസ്റ്റൻസിന് മുമ്പ് കുറെ ഉണ്ടായിരുന്നു, ഇപ്പൊ അത് 2 ആയിട്ട് റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. 2 പേർക്ക് സാലറി കൊടുക്കുന്നതിനുള്ള ഒരു സ്കീം സെൻട്രൽ ഗവൺമെന്റിനുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു മ്യൂസിക് പഠിച്ച് നമ്മൾ പാട്ട് പാടുക ഇതുമല്ല, ഒരു പ്രൊഡക്ഷൻ. ഇപ്പൊ നിങ്ങൾ സപ്പോസ് ഒരു മ്യൂസിക്കൽ ഓപ്പറ നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കും. അപ്പോൾ അത് കമ്പോസ് ചെയ്യണം, ഇൻസ്ട്രുമെന്റലിസ്റ്റുകളെ വിളിക്കണം, പാട്ടുകാരെ വിളിക്കണം, ഇതിന്റെ പെർഫോമൻസ് ഓർഗനൈസ് ചെയ്യണം. ഇതിനെല്ലാം പൈസ ചിലവുള്ള കാര്യങ്ങളാണ്. ഇതിനായിട്ട് പ്രൊഡക്ഷൻ ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് മിനിസ്ട്രി ഓഫ് കൾച്ചർ പ്രൊഡക്ഷൻ ഗ്രാൻഡ് തരും. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം തരും. ഒരു പ്രാവശ്യം 5 ലക്ഷം രൂപ വരെ തരും. ഒരു വളരെ മഹനീയമാണെന്ന് സർക്കാരിന് ബോധ്യപ്പെട്ടാൽ 20 ലക്ഷം രൂപ വരെ. അതൊക്കെ ഈ എമൗണ്ട് തരുന്നതൊക്കെ മാറിക്കൊണ്ടിരിക്കും, ഓരോ കാലത്ത് അത് അപ്ഗ്രേഡ് ചെയ്യും. ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ത്യാഗരാജസ്വാമിയുടെ നൗകാചരിത്രം പഠിച്ചിരുന്നു. അതൊരു മ്യൂസിക്കൽ പ്രൊഡക്ഷനായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാനൊരു സ്റ്റുഡൻ്റ് പഠിച്ച് പുറത്തിറങ്ങി എനിക്ക് എൻ്റെ കയ്യിൽ സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിൽ ഞാൻ സർക്കാരിനെ അപ്രോച്ച് ചെയ്താൽ സാമ്പത്തികമായി നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ഇനി സംഗീതക്കാരന് സംഗീതം മാത്രമല്ല, ഇപ്പോൾ ത്യാഗരാജ സ്വാമിയുടെ ജന്മദിനം വരുന്നു, ഒരു ത്യാഗരാജ ഫെസ്റ്റിവൽ നടത്താൻ നിങ്ങളുടെ ഓർഗനൈസേഷൻ, നമ്മളൊരു ചെറിയ NGO റൺ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നു, നമ്മളൊരു ഫംഗ്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നു, ത്യാഗരാജ ആരാധന അല്ലെ ഒരു നവരാത്രി, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസ് നടത്തുന്നതിന് ചിലവുള്ള കാര്യമാണ്.
ഇത് അതിനായിട്ട് കൾച്ചറൽ ഫങ്ഷൻസ് ഗ്രാൻഡ്, ഇങ്ങനെ ഫങ്ഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് പൈസ തരും. ഇത് നമ്മൾ പഠിക്കുന്ന ഞങ്ങളൊന്നും പഠിക്കുന്ന കാലത്ത് ഇതിനെക്കുറിച്ചൊന്നും ഒരറിവുമില്ല. എന്ത് ജോലി കിട്ടുമെന്നും അറിയത്തില്ല. തപ്പിപ്പിടിച്ച് നടക്കാണ്. ഇപ്പൊ യൂണിവേഴ്സിറ്റിക്ക് ഇങ്ങനെ നമ്മളെ തൊഴിൽ സാധ്യതകൾക്കായിട്ട് ക്ലാസ് നടത്തുന്നു. അതൊക്കെ വലിയ കാര്യമാണ്. നമുക്ക് പെട്ടെന്ന് ഇതിനെക്കുറിച്ച് അറിവുണ്ടാകുന്നു. ഇങ്ങനെ കൾച്ചർ ആരെങ്കിലും എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് റൺ ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടോ ഇതിനകത്ത്? ഉണ്ടാവും. ഇങ്ങനെ ഒരു സ്കീം ഉള്ളതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു നിങ്ങൾക്കൊരു പ്രോഗ്രാം നടത്താൻ സർക്കാരിൽ നിന്ന് ഫൈനാൻഷ്യൽ ഹെൽപ്പ് കിട്ടുന്നു? ഇല്ല, ഫസ്റ്റ് ടൈം ആണ് കേൾക്കുന്നത്. കൾച്ചറൽ ഫങ്ഷൻസ് ഗ്രാൻഡ് എന്ന് പറഞ്ഞിട്ട് പരിപാടികൾ സംഘടിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തി 2-3 വർഷമായി, അത് കഴിഞ്ഞ് നിങ്ങൾക്ക് ആ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ഒരു ബിൽഡിംഗ് വേണം. നിങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്, നിങ്ങൾക്ക് അവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കണം. അതിന് സർക്കാർ ബിൽഡിംഗ് ഗ്രാൻഡ് കൊടുക്കും. നമുക്കൊരു മ്യൂസിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ പേരില്, നമ്മുടെ സ്വന്തം പേരൊക്കെ വെച്ച് മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എഴുതി വെച്ചൊരു സ്ഥാപനം ഉണ്ടാക്കണം. അതിന്റെ കെട്ടിടം പണിയണമെങ്കിൽ അതിന് സർക്കാർ പൈസ തരും. ഞാൻ ഈ ഗ്രാൻഡ് ഒക്കെ സാങ്ഷൻ ആക്കുന്ന കമ്മിറ്റിയിൽ കുറെ കാലം എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഇരുന്നിരുന്നു. അന്ന് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, കേരളത്തിൽ നിന്ന് അപേക്ഷകളെ വളരെ കുറവാണ്. നമ്മൾ ഏറ്റവും സാക്ഷരതയുള്ള സ്റ്റേറ്റ് ആണ്. പക്ഷെ ഈ വക സംവിധാനങ്ങൾ സർക്കാരിൽ നിന്നുണ്ടെന്ന് പൊതുവെ നമുക്കറിയില്ല. ഞാൻ എൻ്റെ പേര് നിങ്ങളുടെ ബ്രോഷറിൽ എഴുതിയപ്പം ബിന്ദു ടീച്ചർ IGNC എന്ന് എഴുതിയിരുന്നു. അപ്പൊ ഞാൻ അതിനടിയിൽ ചോദിച്ചു, അതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാൻ പറ്റുമെന്ന്. IGNC എന്താന്ന് ആർക്കെങ്കിലും അറിയോ? ഇന്നത്തെ നിങ്ങളുടെ ബ്രോഷറിലുണ്ടല്ലോ ഇന്നയാള് സംസാരിക്കുന്ന IGNC. എന്താണ് IGNC? കേട്ടില്ല. പറയുന്നവർ അവരുടെ മൈക്ക് ഒന്ന് ഓൺ. ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ദി ആർട്സ് എന്നാണ്. കൾച്ചറൽ റിസർച്ച് എല്ലാ മേഖലയും, കൾച്ചറൽ പാട്ട് മാത്രമല്ല, സംസ്കാരത്തിന്റെ എല്ലാ മേഖലയിലും പടർന്നു കിടക്കുന്ന ഒരു സ്ഥാപനമാണിത്. നമ്മൾ പൊതുവെ ഇതിനെക്കുറിച്ച് കേട്ടില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ, സംഗീതത്തിൽ ഒരു പ്രോജക്റ്റ് എടുത്ത് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഫണ്ട് തരാനുള്ള ഒരു സംവിധാനം ഈ സ്ഥാപനത്തിനുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ മേഖലയിൽ അതിന് ഫണ്ട് തരാനുള്ള സിസ്റ്റം ഈ സ്ഥാപനത്തിനുണ്ട്. അതുപോലെ തന്നെ കൾച്ചറൽ മിനിസ്ട്രിയുടെ കീഴിലുള്ള വേറൊരു സ്ഥാപനമാണ് സോണൽ കൾച്ചറൽ സെന്റേഴ്സ്. കേരളത്തിലെ ഇന്ത്യയിലെ 7 സോണായിട്ട് തിരിച്ച് 7 സാംസ്കാരിക കേന്ദ്രങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപിച്ചിട്ടുണ്ട്. അവർ നിരന്തരം എന്നും കലാപരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തും, ചിലപ്പോൾ വിദേശത്തും. അത്തരം കാര്യങ്ങൾ, ആ വക സ്ഥാപനങ്ങളുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് പരിപാടി ലഭിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾ കരസ്ഥമാക്കേണ്ടതാണ്. ഇനി നിങ്ങൾ ഈ സ്കോളർഷിപ്പ് പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് സ്കോളർഷിപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. യങ് ആർട്ടിസ്റ്റ് സ്കോളർഷിപ്പ് 18 മുതൽ 25 വയസ്സ് വരെ ഉള്ള കലാകാരന്മാർക്ക് അവരുടെ ട്രെയിനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 വർഷത്തിന് മാസം 5000 രൂപ വെച്ച് സ്കോളർഷിപ്പ്. ആരെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുന്നവരുണ്ടോ ഇതില്? സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും കയ്യിലും 25 വയസ്സിൽ താഴെ ആവുമല്ലോ. 18-നും 25-നും ഇടയ്ക്കാവും. ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഒരു വർഷം 400 സ്കോളർഷിപ്പ് കൊടുക്കും. 400 കലാകാരന്മാർക്ക്, സംഗീതം പല ഇതിലായിട്ട് 400 പേർക്ക് എല്ലാ വർഷവും 400 വീതം ആൾക്കാർക്ക് സ്കോളർഷിപ്പ് കൊടുക്കും. 2 വർഷത്തേന് മാസം 5000 രൂപ. ഇനി നിങ്ങൾ 25 വയസ്സ് കഴിഞ്ഞു, നിങ്ങൾ കോളേജിൽ പഠിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും അന്വേഷിച്ചിട്ടല്ല, നിങ്ങളുടെ ടാലന്റ് വെച്ച് മാത്രം തരുന്നതാണ്.
ഇനി 25 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജൂനിയർ ഫെലോഷിപ്പ്, കേന്ദ്ര സാംസ്കാരിക വകുപ്പ് ജൂനിയർ ഫെലോഷിപ്പ് കൊടുക്കുന്നുണ്ട്. ജൂനിയർ ഫെലോഷിപ്പ് മാസം 10,000, മാസം 10,000 രൂപയാണ്. അത് നിങ്ങൾ പാട്ട് പഠിക്കുന്ന പാട്ട് പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ട് വേണമെന്നില്ല, ഒരു ബുക്ക് പഠിച്ചെഴുതാം. ആ ബുക്ക് പബ്ലിഷ് ചെയ്യാൻ വേറൊരു 20,000 രൂപ തരും. ഇത് പഠിച്ചിട്ട് പബ്ലിഷ് ചെയ്യാൻ കൊള്ളാവുന്ന ബുക്കാണെങ്കിൽ അതിനൊരു 20,000 രൂപ തരും. അത് 200 എല്ലാ വർഷവും 200 ആൾക്കാർക്ക് കൊടുക്കും. ഇത് എല്ലാ വർഷമാണ്. അടുത്തത് അത് നമ്മൾ 25 വയസ്സിന് മുകളിലായാൽ 25 40 വയസ്സ് വരെയുള്ളവർക്കാണ് ഇത് കൊടുക്കുന്നത്, ജൂനിയർ ഫെലോഷിപ്പ്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് സീനിയർ ഫെലോഷിപ്പ്. അതിപ്പോൾ നിങ്ങൾ ഉടനെ എങ്ങും 40 വയസ്സിന് മുകളിലാകാൻ പോകുന്നില്ല, എന്നാലും അങ്ങനെ ഒരു ഫെലോഷിപ്പ് ഉണ്ട്. 40 വയസ്സിന് മുകളിലുള്ളവർക്ക് മാസം 20,000 രൂപ വെച്ച് സാംസ്കാരിക രംഗത്തെ റിസർച്ചിനും പഠനത്തിനും അവർക്കും അത് പഠനം പബ്ലിഷ് ചെയ്യാനുള്ള പൈസയും ഗവൺമെന്റ് കൊടുക്കും. അപ്പൊ ഗവൺമെന്റ് കൊടുക്കുന്ന പല കാര്യങ്ങളും ഞാനിപ്പോ പറഞ്ഞു. സാലറി ഗ്രാൻഡ്, നിങ്ങൾക്കൊരു ട്രൂപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഗ്രാൻഡ്, കൾച്ചറൽ ഫംഗ്ഷൻ നടത്താനുള്ള ഗ്രാൻഡ്, ഒരു പ്രൊഡക്ഷൻ ഉണ്ടാക്കാനുള്ള ഗ്രാൻഡ്, നിങ്ങൾക്കൊരു ബിൽഡിംഗ് പണിയാനുള്ള ഗ്രാൻഡ്, നിങ്ങൾക്കൊരു ലൈബ്രറി ഗ്രാൻഡ് ഉണ്ട്, ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്യാനുള്ളതുണ്ട്. ഇതൊക്കെ ഗവൺമെന്റ് പിന്നെ ചെയ്യുന്നത് പലവിധ ഈ സർക്കാരിൻ്റെ തന്നെ അല്ലാതെ നിരവധി സ്കോളർഷിപ്പ്. സർക്കാരിന്റെ തന്നെ ഈ സംഗീത് നാടക അക്കാദമി, സെൻട്രൽ സംഗീത് നാടക അക്കാദമിക്കും കേരള സർക്കാരും സ്കോളർഷിപ്പ് തരുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പത്രത്തിൽ വലിയ പരസ്യം കൊടുത്തിരുന്നു. നിങ്ങൾക്ക് ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടോ അതിന്? ഈ പരസ്യം ആരെങ്കിലും കണ്ടോ? പത്രത്തിലൊക്കെ വലിയ പരസ്യമായിരുന്നു, കേരള ഗവൺമെന്റ് സ്കോളർഷിപ്പ്. സാർ 1000 കലാകാരന്മാർക്കുള്ളത് അതല്ലേ? അത് തന്നെ. അത് എല്ലാ വർഷവും കൊടുക്കുന്നില്ല, ഈ വർഷത്തെ ഈ അടുത്ത കാലത്താണ് പരസ്യപ്പെടുത്തിയത്. അല്ല, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്കുണ്ട്. നമ്മളത് ആ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തണം. നമ്മൾ വീട്ടിൽ നിന്ന് പൈസ വാങ്ങിച്ച് മാത്രമേ പഠിക്കുകയുള്ളൂ എന്ന് കരുതരുത്. അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ സംഗീത നാടക അക്കാദമിക്ക് ഈ ആൾക്കാരെ കൾച്ചറൽ ഫംഗ്ഷൻ നടത്താനും ട്രെയിനിങ്ങിനും ഇതെല്ലാം അവർക്ക് സ്കീമുണ്ട്. മിനിസ്ട്രിയുടെ അത്ര ഇല്ലെങ്കിലും പൈസ കുറച്ചാണെങ്കിലും ചെറിയ തോതിലുള്ള സപ്പോർട്ട് അവർ തരും. അതുപോലെ മിനിസ്ട്രിയുടെ കീഴിലുള്ള ഇത്തരം നേരത്തെ ഞാൻ പറഞ്ഞ കൾച്ചറൽ സെന്റേഴ്സ്, IGNCA, ഈ വക സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് പഠനം റിസർച്ച് നടത്താനും പബ്ലിഷ് ചെയ്യാനും ബുക്ക് പബ്ലിഷ് ചെയ്യാനും ഒക്കെ സപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അല്ല, നമ്മൾ ഒരു ഗവൺമെന്റ് ജോലി മാത്രം, സാലറി ജോലി മാത്രം അല്ല നമ്മുടെ അവന്യൂസ് എന്ന് പറയാൻ വേണ്ടിയാണ് ഞാനത്. സാലറി കിട്ടുന്ന ജോലികൾ നിങ്ങൾക്ക് അറിയാമല്ലോ, സംഗീത ടീച്ചറാകുക, കോളേജ് ലെക്ചറാകുക, അതൊക്കെയാണല്ലോ നമ്മൾ സാധാരണ പ്രതീക്ഷിക്കുന്ന ജോലികൾ. സാധാരണ പ്രതീക്ഷിക്കുന്ന ജോലികളിൽ ഏത് സബ്ജക്ട് പഠിക്കുന്ന ആൾക്കും കിട്ടുന്ന എല്ലാ ജോലിയും നമുക്ക് കിട്ടും, പുറമെ നമ്മുടെ മേഖലയിലുള്ള ജോലിയും കിട്ടും. പിന്നെ അല്ലാതെ ഈ റെഗുലർ സാലറീഡ് ജോലി അല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. പിന്നെയുള്ളതെന്ന് പറഞ്ഞാല്, നിങ്ങൾ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്നാ അങ്ങനെ ഒരു സ്കോളർഷിപ്പ് ഉണ്ട്. ഫുൾ ബ്രൈറ്റ് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ സപ്പോർട്ടഡ് സ്ഥാപനമാണ്. അതിന് ഓഫീസുണ്ട് ഇന്ത്യയിൽ. അവര് പലവിധ പഠനങ്ങൾക്ക്, സംഗീതക്കാർക്ക് മാത്രമേ ഒത്തിരി സബ്ജക്റ്റുകൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. ആ സ്കോളർഷിപ്പിൽ നമുക്ക് വിദേശത്ത് പോയി പഠനം നടത്താനുള്ള സ്കോളർഷിപ്പുകളുണ്ട്. നിങ്ങൾ ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെബ്സൈറ്റിൽ നിന്ന് അടിച്ച് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് ഏതൊക്കെ നമ്മുടെ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയയിൽ സ്കോളർഷിപ്പ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം. നമ്മുടെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നിങ്ങളുടെ ഈ ട്രിവാൻഡ്രത്ത് പ്രൊഫസറായിരുന്ന വലിയ സംഗീതജ്ഞ ഡോക്ടർ CK രവമ്മ ടീച്ചറിന് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൽ ടീച്ചർ എബ്രോഡ് പോയി പഠിച്ചിട്ടുണ്ട്.
ഇത് നിങ്ങൾ റിസർച്ച് സ്റ്റുഡൻസ് ഉണ്ടോ ഇതിൽ? റിസർച്ച് സ്റ്റുഡൻസ് യെസ് സാർ ഉണ്ട്. ഉണ്ടല്ലേ? നിങ്ങൾ JRF അവൈൽ ചെയ്യുന്നവരുണ്ടോ? ഇല്ല JRF ഇല്ല. ആ, UGC JRF ഇല്ലാത്തവർക്ക് യൂണിവേഴ്സിറ്റി എന്തെങ്കിലും സ്കോളർഷിപ്പ് തരുന്നുണ്ടാവുമെന്ന് കരുതുന്നു. അത് നിങ്ങൾ ഈ ഒരു റിസർച്ച് കഴിഞ്ഞാൽ പോസ്റ്റ് ഡോക്ടറൽ റിസർച്ചിന് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കില്ല, പെൺകുട്ടികൾക്ക് ഗവൺമെന്റ് UGCയുടെ സ്കോളർഷിപ്പ് ഉണ്ട്. അതിനെക്കുറിച്ച് അറിയാമോ? ഇല്ല അറിയില്ല. പെൺകുട്ടികൾക്ക് മാത്രമല്ല, 55 വയസ്സ് വരെ ചെയ്യാം, 55 വയസ്സ് വരെ. അത് ആദ്യത്തെ വർഷം 38,800 rupees ആണ് ആദ്യത്തെ 2 വർഷം. തേർഡ് ഇയർ മുതൽ 46,500 ആണ്. പിന്നെ കണ്ടിജൻസി 50,000 ഉണ്ട്. വളരെ നന്നായിട്ട് ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്കീമാണത്. അത് ഇപ്പൊ നമ്മളിപ്പോ ഞാൻ പറഞ്ഞത്, ഇപ്പൊ ഈവൻ നമ്മൾ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സ്കോളർഷിപ്പ് ഒക്കെ അവൈൽ ചെയ്തുകൊണ്ട് റിസർച്ച് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. ഒരു കോളേജിൽ അധ്യാപകനാണെന്നോ അങ്ങനത്തെ ഒരു ജോബിൽ ഇരുന്നുകൊണ്ട് ചെയ്യണമെന്നില്ല. അല്ലാതെ സ്വതന്ത്രമായിട്ട് റിസർച്ച് നടത്തി മുന്നോട്ട് പോകാനുള്ള സപ്പോർട്ടുകളുണ്ട് അതിനകത്ത്. പിന്നെ വെച്ചാൽ ഈ പല ഓർഗനൈസേഷൻസ് ഉണ്ട്, എൻഡോവ്മെന്റ്സ് ഏർപ്പെടുത്തിയിട്ടുള്ളുണ്ട്. ഒരു പഠനത്തിന് മാത്രമായിട്ട് പ്രത്യേകം കുറച്ച് പൈസ തരിക. ലൈക്ക് നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡയിൽ ശരിക്കും ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക് എൻഡോവ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ക്ലാസിക്കൽ ഇന്ത്യൻ മ്യൂസിക് എൻഡോവ്മെന്റ് ഫണ്ട്. നമ്മുടെ ഇവിടെ നിന്നൊക്കെ ആർട്ടിസ്റ്റുകൾ ചെന്നാൽ അവരെ സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ഈ ഫണ്ട് ഉപയോഗിച്ചാണ്. യൂണിവേഴ്സിറ്റി ഓഫ് ഫ്ലോറിഡ. അതുപോലെ ഇന്ത്യയിലും പല സ്ഥാപനങ്ങൾക്കും എൻഡോവ്മെന്റ് ഉണ്ട്. ഒരു നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് ഉണ്ട് ബോംബെയിൽ. അവര് മീഡിയ ആൻഡ് കൾച്ചറൽ സ്റ്റഡീസിന്റെ അങ്ങനത്തെ പല സ്ഥാപനങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു ഫുൾ ടൈം ജോബ് വേണമെന്നില്ല. നമുക്ക് ഇത് നമ്മുടെ വീട്ടിലെ സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് അതിനോടൊപ്പം കൊണ്ടുപോകാവുന്ന റിസർച്ച് കൊണ്ടുപോകാവുന്നതിന് സാമ്പത്തികമായി നമ്മളെ സഹായിക്കുന്ന പലവിധ സ്ഥാപനങ്ങളുണ്ട്. പിന്നെ അല്ലാത്ത പാട്ടുകാർക്കുള്ളതുള്ളു നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് പിന്നണി ഗായകരാവാം, പ്രൊഡ്യൂസ് ചെയ്യാം. അതൊക്കെ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന, നമുക്ക് നോർമലി നമ്മൾ ട്രൈ ചെയ്യുന്ന മേഖലകളാണ്. അല്ലാതെ ഗവൺമെന്റ് തലത്തിലും അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂഷണൽ തലത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? നമ്മൾ 3/4 മണിക്കൂറായി സംസാരിക്കുന്നു. നമ്മൾ ഇതിനകത്ത് 16 പേര് അറ്റൻഡ് ചെയ്യുന്നു കാണുന്നത് ഇതിന്റെ അറ്റൻഡൻസ് ആണോ? അതോ വേറെ ഇതല്ലാതെ വേറെ സ്കോപ്പ് ഒന്നും ഇല്ലല്ലേ? 16 പേരാണോ ഇത് അറ്റൻഡ് ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ നമുക്ക് തൊഴിൽ കിട്ടാൻ വലിയ താല്പര്യം ഇല്ലെന്നാണ് എൻ്റെ അർത്ഥം. എന്തെങ്കിലും സംശയം ചോദിക്കാനുണ്ടോ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? സർ, ഗുഡ് മോർണിംഗ്. ഇത്രയും കൂടുതൽ അവസരങ്ങൾ ഈ ഒരു മേഖലയിലുണ്ടെന്ന് സാറിൻ്റെ വാക്കുകളിലൂടെയാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാൽ അറിയുന്നില്ലായിരുന്നു. കാരണം ഇത്രയും അവസരങ്ങൾ ഇതിൽ ഉണ്ടായിരുന്നു. ഒരുപാട് നന്ദി സാർ. ഇങ്ങനെയൊരു ക്ലാസ് ഇനി ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ കുറച്ച് പറഞ്ഞു നിർത്തി എന്നുള്ളതേ ഉള്ളൂ. ഒരുപക്ഷെ ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ ഞങ്ങൾ അന്വേഷിക്കാനിട്ടോ ആയിരിക്കാം. പക്ഷെ എന്നാലും അത് പൊതുവെ നമ്മളുടെ ഒരു ഇൻഫർമേഷൻ സിസ്റ്റം അങ്ങനെയാണ്. ഇപ്പൊ ഞാന് സംഗീതം പഠിച്ചു, അതിനുശേഷം സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളിൽ ജോലി ചെയ്തു. ലൈക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ മിക്കവാറും എല്ലാ ഫീൽഡിൽ നിന്നുള്ള
മികച്ച ആൾക്കാരുമായിട്ട് സംവദിക്കുന്ന ഒരു സ്ഥാപനമാണ് റേഡിയോയും ദൂരദർശനും. അവിടെ ഞാൻ ജോലി ചെയ്തു. പക്ഷേ അത് ഞാൻ 25 വർഷം ജോലി ചെയ്തിട്ടാണ് എനിക്ക് ഒരു ജോലി പുതുതായിട്ട് കിട്ടി. അങ്ങനെ ചെല്ലുമ്പോഴാണ് ഞാൻ ഈ സോണൽ കൾച്ചറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞ സാംസ്കാരിക പരിപാടികൾ നടത്താൻ വേണ്ടി മാത്രം ഭാരത സർക്കാരിന് ഒരു സ്ഥാപനം ഇന്ത്യയിൽ 7 സ്ഥാപനങ്ങളുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. 25 വർഷം ഈ ഫീൽഡിൽ സർക്കാരിൽ ജോലി ചെയ്തിട്ട് എനിക്ക് മനസ്സിലായിട്ട് ഞാൻ അറിഞ്ഞിരുന്നില്ല. അത് ഞങ്ങളും ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾക്കും അറിയില്ലായിരുന്നു സാർ. ഇത്രയും അവസരങ്ങൾ ഈ ഒരു മേഖലയിലുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്, ധാരാളം അവസരങ്ങളുണ്ട്. സംഗീതം പഠിച്ചവരെ പോലെ ഭാഗ്യവന്മാർ ആരുമില്ല. താങ്ക് യു സർ, ഇങ്ങനെ ഒരു ക്ലാസ്. എന്തെങ്കിലും വേറെ സ്പെസിഫിക് ഡൗട്ട്സ് വല്ലതും ചോദിക്കണ്ട? സർ, ഞാന് ക്രിസ്റ്റബലാണ്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തില്, പ്രത്യേകിച്ച് ഒരു കോവിഡിന്റെ സാഹചര്യത്തില് ഒത്തിരി പേര് യൂട്യൂബ് അതുപോലെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ അവരവരുടെ പീസസ്, അവരുടെ കമ്പോസിഷൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മ്യൂസിക് ആയിക്കോട്ടെ, അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് അതിലൂടെ പണം സമ്പാദിക്കുന്നവരുണ്ട്. അപ്പോൾ വെറും ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ തന്നെ അവര് ആ ഒരു മേഖലയിൽ വളർന്നു വരികയും അത്തരത്തില് പ്രത്യേകിച്ച് ഈ ഫ്യൂഷൻ ഒക്കെ വരുമ്പോൾ, ഇപ്പം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പലപ്പോഴും ക്ലാസിക്കൽ മ്യൂസിക്കിനായിരിക്കാം പ്രാധാന്യം വരുന്നത്. പക്ഷെ മറ്റ് ഇപ്പോ ഹോപ്പ് ആയാലും റാപ്പ് മ്യൂസിക് ആയാലും മറ്റ് മ്യൂസിക് തലങ്ങളിലേക്ക് മലയാള സംഗീതജ്ഞർ പോകുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. സോ പലപ്പോഴും ഈ യൂട്യൂബിലും മറ്റുമൊക്കെ ഒത്തിരി ഹിറ്റ് കിട്ടുന്നതും അല്ലെങ്കിൽ അതിൽ നിന്നുള്ള റിവാർഡ്സ് കിട്ടുന്നത് അത്തരം ആൾക്കാർക്കാണ്, ഈ മിക്സ് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഒരു ഫ്യൂഷൻ രീതിയിലേക്ക് പോവുകയും കുറച്ച് പരീക്ഷണ മ്യൂസിക്കിലേക്ക് പോവുകയൊക്കെ ചെയ്യുന്നവർക്കാണ്. അപ്പോൾ അത് നമ്മുടെ ഒരു ചട്ടക്കൂടിൽ നിന്ന് അതെങ്ങനെ ചെയ്യാൻ പറ്റും സർ? അത് ഇവർക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അവർക്ക് they are all talented to do that. അത് ചെയ്യുന്നവര് സംഗീതം അഭ്യസിച്ചവരൊക്കെ തന്നെയാണ്. ഈ വക നമ്മുടെ യൂട്യൂബിലൊക്കെ കാണുന്ന ഈ വക വീഡിയോസ് ചെയ്യുന്നത് സംഗീതത്തിൽ ട്രെയിനിങ് കിട്ടിയവര്, സംഗീതം പഠിച്ചിട്ടുള്ളവരൊക്കെ തന്നെയാണ് അത് ചെയ്യുന്നത്. അത് പക്ഷേ അത് എത്ര ഹിറ്റ് കിട്ടുന്നു ഇതൊക്കെ അനുസരിച്ചാണ് നമുക്കുള്ള വരുമാനം. അതൊരു ഗ്യാരണ്ടീഡ് അല്ലെന്നുള്ളതേ ഉള്ളൂ. പക്ഷെ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ്. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട്സിൽ പഠിപ്പിക്കുന്ന ശാസ്ത്രീയ സംഗീതമാണ്. അത് നേരിട്ട് ഇപ്പൊ ശാസ്ത്രീയ സംഗീതം നമ്മളൊരു കീർത്തനം പഠിച്ചു, ആ കീർത്തനം പാടി യൂട്യൂബിൽ ഇട്ടാൽ അതിന് വലിയ പ്രേക്ഷകരൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. അതിന്റെ ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള വൺസ് യു ആർ ട്രെയിൻഡ് ഇൻ ക്ലാസിക്കൽ മ്യൂസിക്, നിങ്ങൾക്ക് ഒത്തിരി പ്രൊഡക്ഷൻ സാധ്യതകളുണ്ട് നിങ്ങളുടെ ടാലന്റ് ഉപയോഗിച്ച്. അങ്ങനെയാണ് ഈ വക സോങ്ങുകളൊക്കെ വരുന്നത്. അത് പലരും ട്രൈ ചെയ്യുന്നുണ്ട് ഓൾറെഡി. ചിലപ്പോൾ ഈ സാഹചര്യത്തിൽ ഈവൻ പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് തന്നെ അവരുടെ കച്ചേരികൾ ഇപ്പൊ പുറത്തു പോയി കച്ചേരി നടത്താനൊന്നും അവസരമില്ലല്ലോ. ഇപ്പം മ്യൂസിക് കൺസേർട്സ് ഓർഗനൈസ് ചെയ്യുന്ന ഇപ്പം പബ്ലിക് പെർഫോമൻസസ് ഓർഗനൈസ് ചെയ്യുന്ന വളരെ കുറവാണ്. അപ്പൊ അവരുടേതായ ചാനൽ റൺ ചെയ്യുന്നവരുണ്ട്. അവരുടെ പുതിയ കച്ചേരി എന്നാണ് വരുന്നത് അവർ വരച്ച് അതിന് ടിക്കറ്റ് എടുത്താണ് അത് കാണുന്നത് യൂട്യൂബിൽ. അത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അത് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് ടീച്ചർ ചോദിച്ച കാര്യം തന്നെയല്ലേ? അതെ സാർ, അതെ സാർ. ഇപ്പൊ സർക്കാരാണെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ഫണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് അത്തരത്തിലൊരു ആന്റർപ്രണറിയൽ ആയിട്ട് പോകാൻ ഭയങ്കര പേടിയാണ്. നമുക്കിപ്പോഴും ഇപ്പൊ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരും വിചാരിക്കുന്നത് ഒരു ഗവൺമെന്റ് ജോബ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സേഫ് ആണ് എന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ ഒരു എന്നുവെച്ചാൽ ഒരു ഇന്നോവേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ, അതിനനുസരിച്ച് അതിലൂടെയുള്ള പണം സമ്പാദിക്കാൻ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ഈ ട്രഡീഷണൽ ആർട്ട് ഫോംസ് മാറേണ്ടതല്ലേ? അതിന് ഒത്തിരി സമയം ആയിപ്പോയില്ലേ? എന്നുവെച്ചാല് ഒത്തിരി ടൈം ഓവറായി പോയോ എന്നൊരു സംശയം പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ മേഖലയിൽ സാമ്പത്തിക ഭദ്രതയ്ക്കുള്ള ഒരു ഇതില്ല എന്നുള്ള സംശയം വരുന്നതുകൊണ്ടാണ് ഞാൻ അത്തരം പ്രവർത്തനങ്ങൾക്ക് ഗവൺമെന്റ് എങ്ങനെയെല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണം,
അല്ലെ സ്വന്തമായിട്ടൊരു ട്രെയിനിങ് സെന്റർ തുടങ്ങണം, ഈവൻ എ ലൈബ്രറി, ഇങ്ങനെയുള്ള പലവിധ കാര്യങ്ങൾക്ക് ഗവൺമെന്റ് എങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു, നമുക്ക് ധൈര്യമായിട്ട് ആ മേഖലയിൽ ഇറങ്ങാം എന്നുള്ളതിനുള്ള അതിന് എവിടെ നിന്നൊക്കെയാണ് പൈസ കിട്ടാൻ സാധ്യതയുള്ളതെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവരും സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ മാത്രം സാമ്പത്തിക സ്ഥിതി ഉള്ളവരായിരിക്കണമെന്നില്ലല്ലോ. ഈവൻ പ്രൊഡക്ഷൻ, ഒരു പുതിയ പ്രൊഡക്ഷൻ ചെയ്യുന്നതിന് സാർ റിസർച്ചുകാർക്കുള്ള എന്തൊക്കെയാണ് സാർ ഉള്ളത് ഇതേപോലെ ഗ്രാന്റ് ചെയ്യാൻ പറ്റുന്നത്? റിസർച്ചിന്റെ ഞാൻ പറഞ്ഞല്ലോ, ഒന്ന് നമ്മൾ മെയിൻലി UGCയുടെ ഫെലോഷിപ്പ്, പിന്നെ ഈ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനമുണ്ട്, സംഗീതനാട അക്കാഡമി, ഇവരെല്ലാം റിസർച്ച് പ്രോജക്റ്റുകളും യങ്സ്റ്റേഴ്സിന്റെ റിസർച്ചും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന വിഷയം അവർ അംഗീകരിച്ചാൽ അവരത് സപ്പോർട്ട് ചെയ്യും. പിന്നെ ഒത്തിരി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻഡോമെന്റുകളുണ്ട്, വോളണ്ടറി ഓർഗനൈസേഷൻസ് ഉണ്ട് ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, റിസർച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അക്കാഡമിക് നമ്മൾ സ്വയമായി ചെയ്യുന്ന റിസർച്ചുകൾക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞത്. നേരത്തെ ഞാൻ മിനിസ്ട്രിയുടെ JRF SRF എന്ന് പറഞ്ഞത് ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റുള്ള റിസർച്ചാണ് അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. റിസർച്ചിനും പബ്ലിക്കേഷനും അത് 2 വർഷം ഞാൻ പറഞ്ഞല്ലോ അതിന്റെ പൈസ തരുന്ന കാര്യം. 25 വയസ്സ് 40 വയസ്സിനിടയ്ക്കുള്ളവർക്ക് മാസം 10,000 രൂപ 2 വർഷം. വർക്ക് പബ്ലിഷ് ചെയ്യാൻ 20,000. 40 വയസ്സിന് മുകളിലായാൽ 20,000 റുപ്പീസ്. എല്ലാ വർഷവും 200 പേർക്ക് 200 JRFും 200 SRFും കൊടുക്കുന്നുണ്ട്. ഒരു നിമിഷം, അവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് മ്യൂസിക്കിൽ ഇരിക്കുന്ന എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ ആരെങ്കിലും ഒന്ന് ഫോണിൽ നിന്ന് സംസാരിക്കാമോ? ഫോണിൽ നിന്ന് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാമോ? ഇവിടെ എന്തോ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് തോന്നുന്നു, എനിക്ക് അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓക്കെ ഓക്കെ, ശരിയായോ? ഫൈൻ ഫൈൻ, ചോദിച്ചോളൂ. ഓക്കെ, യു ക്യാൻ ആസ്ക്. മ്യൂസിക് റിലേറ്റഡ് കുറെ സ്കോപ്പ് ഉള്ളത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് പറഞ്ഞതിൽ സൗണ്ട് എഞ്ചിനീയറിംഗ്, മ്യൂസിക്കൽ, അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ കുറെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടായിരുന്നു. പക്ഷെ എങ്ങനെ ഹൗ ടു റീച്ച് അതിലേക്ക് എങ്ങനെ എത്തിപ്പെടും എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. ഇപ്പൊ സൗണ്ട് എഞ്ചിനീയറിംഗ് താല്പര്യമുണ്ട്, പക്ഷെ ക്ലിയർ അല്ലേ പറയുന്നത്? അങ്ങനെ എന്തെങ്കിലും സ്കോപ്പ് വൈസ് ആയിട്ടുള്ള ക്ലാസ്സുകളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? സൗണ്ട് എഞ്ചിനീയറിംഗ് നമ്മൾ പഠിക്കുക തന്നെ വേണം. ഇപ്പൊ പലരും ഓൺലൈൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്, പല സ്റ്റുഡിയോകളൊക്കെ ചെയ്യുന്നുണ്ട്. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ച് ചെയ്യുന്നതാണ് നല്ലത്. പഠിക്കാതെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ പഠിച്ച് ചെയ്യുന്നതാണ് നല്ലത്. ട്രിവാൻഡ്രത്ത് തന്നെ പല സ്റ്റുഡിയോയിലും ട്രെയിനിങ് കിട്ടുന്നുണ്ടല്ലോ സൗണ്ട് എഞ്ചിനീയറിംഗിന്. പിന്നെ ഗവൺമെന്റ് സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അത് വേറേതായിട്ട് പഠിക്കണം. സൗണ്ട് എഞ്ചിനീയറിംഗ് നമുക്ക് എളുപ്പമുള്ളൊരു മേഖലയാണെന്നുള്ളത്. അത് പാട്ട് പഠിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കുക തന്നെ വേണം. ഇപ്പൊ ഗവൺമെന്റ് ചെയ്യുന്നതാണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിപ്പിക്കും. ഒരു ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം വഴിയാണ് അഡ്മിഷൻ എടുക്കുന്നത്. അതുപോലെ ഫിലിം സ്റ്റഡീസ് ഉള്ള എല്ലാ സ്ഥലത്തും, മിക്കവാറും എല്ലാ സ്ഥലത്തും സൗണ്ട് റെക്കോർഡിംഗ് എഡിറ്റിംഗ് പഠിപ്പിക്കുന്ന കോഴ്സും ഉണ്ട്. പഠിക്കാതെ ചെയ്യാവുന്ന ഒരു കാര്യമല്ല, അത് നമ്മൾ അതിനായിട്ട് പഠിക്കണം. പക്ഷെ മ്യൂസിക് പഠിച്ചവർക്ക് ഒരു എളുപ്പമുണ്ടെന്ന് ഞാൻ പറയും. അവിടുന്ന് കേൾക്കുന്നില്ല, ക്ലിയർ അല്ല പറയുന്നത്. എൻട്രൻസ് അങ്ങനെ ഉള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റുന്നില്ല. നമുക്ക് അറിയാൻ ഇത് സംഗീതക്കാർക്ക് വലിയൊരു കുഴപ്പമാണ്. ഏറ്റവും ആദ്യം വേണ്ടത് ദിവസം നന്നായിട്ട് പത്രം വായിക്കണം. അതാരാണെങ്കിലും, ഏത് സബ്ജക്ട് പഠിക്കുന്നവരാണെങ്കിലും.
നിങ്ങളിപ്പോ UGC നെറ്റ് എഴുതാൻ പോയാലും ദിവസം പത്രം വായിക്കണം, എന്നാലേ അത് പാസ്സാവൂ. സർക്കാർ അല്ലെങ്കിൽ ഒരു സ്ഥാപനം അവർ പരസ്യപ്പെടുത്തും, ഒരു പത്രത്തിലിടും, മാക്സിമം പബ്ലിസിറ്റി അവർ കൊടുക്കും. പക്ഷെ നമ്മുടെ കയ്യിൽ അത് എത്തുന്നില്ല. ഇപ്പൊ ഈ വർഷം ഒഴികെയുള്ള സമയങ്ങളിലൊക്കെ മിക്കവാറും ഏപ്രിൽ മെയ് ആകുമ്പോഴത്തേനും ഇങ്ങനെയുള്ള കോഴ്സുകളിലെല്ലാം അഡ്വർടൈസ്മെന്റ് വരും. ഇപ്പൊ ഈ കോവിഡ് വന്നതിന് ശേഷം കുറച്ച് അക്കാഡമിക് ഇത് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. പക്ഷേ അതർവൈസ് ഏകദേശം ഒരു മാർച്ച് ടു ജൂൺ നമ്മൾ ഇങ്ങനെയുള്ള അഡ്വർടൈസ്മെന്റ്സ് നോക്കിക്കൊണ്ടിരുന്ന മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. സാർ, ഈ ഫെലോഷിപ്പും സ്കോളർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. രണ്ടായാലും പൈസ കിട്ടും, അതുപോലെ സ്കോളർഷിപ്പ് എന്ന് പറയുന്നത് ഒരു സ്റ്റുഡന്റിന് കിട്ടുന്നതും ഫെലോഷിപ്പ് ഒരു നമ്മൾ മിനിസ്ട്രി കൊടുക്കുന്നത് ആ ഫീൽഡിലുള്ള ഒരു പെർഫോമർക്കാണ് മിക്കവാറും കിട്ടുക. സ്കോളർഷിപ്പ് അത് ഇപ്പം ടാഗോർ സ്കോളർഷിപ്പ് എന്നൊരു സ്കോളർഷിപ്പ് നമ്മുടെ മിനിസ്ട്രി ഓഫ് കൾച്ചർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നത്. ടാഗോർ സ്കോളർഷിപ്പ് പെർ മന്ത് 80,000 രൂപയാണ്. 80,000 രൂപ ഒരു മാസം. അത് വലിയ ആർട്ടിസ്റ്റുകൾക്ക്, വലിയ സ്കോളേഴ്സിന്, റിനൗണ്ട് സ്കോളേഴ്സിന് കൊടുക്കുന്നതാണ്. മന്ത്ലി 80,000 റുപ്പീസ്, ഒരു വർഷം 2 lakhs അവർക്ക് കണ്ടിജന്റ് ഗ്രാൻഡ്, ഇതെല്ലാം അത് തന്നെ സ്കോളർഷിപ്പ് ആയിട്ടും കൊടുക്കും. അതിൻ്റെ ഒരു ചെറിയ ഇത് സ്കോളർഷിപ്പ് 50,000 റുപ്പീസ് മന്ത്ലി. അത് കുറച്ചുകൂടെ ഒരു റിനൗണ്ട് ആയിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നതാണ് ആ ഫെലോഷിപ്പ് ഒക്കെ. പക്ഷെ പേര് സ്കോളർഷിപ്പ് എന്നാണ്. ടാഗോർ സ്കോളർഷിപ്പും ഉണ്ട്, ടാഗോർ ഫെലോഷിപ്പും ഉണ്ട്. ഫെലോഷിപ്പ് കുറച്ചൊരു ഹയർ ഗ്രേഡിലാണ് വരിക. താങ്ക് യു സർ. സാർ, പറഞ്ഞോളൂ. ഇപ്പോ നമ്മളെല്ലാവരും മ്യൂസിക് പഠിക്കുന്നുണ്ട്. ഇപ്പോ ഈ കോവിഡ് വന്നപ്പോ ഏറ്റവും കൂടുതലും പ്രശ്നത്തിലായത് കലാകാരന്മാരാണ്. അവർക്ക് ഇപ്പം ഒരു ടെമ്പററി ഇപ്പൊ ഗവൺമെന്റ് ജോബ് ഉള്ളവർക്ക് അതിൻ്റെതായിട്ടുള്ള കുറച്ച് സെക്ടറാണ് അവര് നോക്കുമ്പോ. നമുക്ക് ഇപ്പൊ ഒരു കലാകാരന്മാര് ഇപ്പൊ ഒരു സീസണൽ പ്രോഗ്രാംസും അല്ലെങ്കിൽ ക്ലാസ്സുകൾ എടുക്കുന്നവരായാലും അങ്ങനെയുള്ളവർക്കൊന്നും ഒരു വരുമാന മാർഗം അത് മാത്രമേ ഉള്ളൂ. അവർക്കല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അപ്പം ഈ ഒരു കോവിഡ് വന്നപ്പോഴാണ് ഒരു പെർമനന്റ് ആയിട്ട് ഒരു വരുമാനം കിട്ടുന്ന ഒരു ജോലി ചെയ്യാൻ കഴിയുന്നത് ആയിരിക്കും എപ്പോഴും. കാരണം ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മളെപ്പോഴും ഇങ്ങനെ കണ്ണുമേടിച്ചിരിക്കേണ്ട ഒരു അവസ്ഥ വരും. അപ്പോൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ എൻഡോമെന്റ്സും സ്കോളർഷിപ്പും അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ ഇപ്പൊ നമുക്ക് വർഷം കൂടെ ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാംസ് അല്ലാതെ കലാകാരന്മാർക്ക് മറ്റെന്ത് ചെയ്യാൻ കഴിയും? അതാണ് എനിക്ക് ഒരു സംശയം ഉള്ളത്. ഇപ്പൊ ഈ കോവിഡ് വന്നപ്പോഴാണ് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത്. കാരണം ഒന്നും ചെയ്യാൻ കഴിയില്ല, വീട്ടിലെ ക്ലാസ് എടുക്കാൻ കഴിയില്ല, കുട്ടികൾ വരില്ല, അല്ലെങ്കിൽ കോളേജിൽ പോകാൻ കഴിയില്ല. അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അത് പറയട്ടെ, ഈ കോവിഡ് എന്ന് പറയുന്നത് സംഗീതക്കാരെ മാത്രം ബാധിച്ചൊരു കാര്യമല്ല. ഈ സർക്കാർ ജോലി അല്ലാത്ത എല്ലാവർക്കും പ്രശ്നമായി. സർക്കാരിൽ ശമ്പളം കിട്ടുന്നു എന്നുള്ളതുകൊണ്ട് അത് വളരെ ചെറിയ, ഭാരതത്തിലെ ജനസംഖ്യ എടുത്താൽ ചെറിയ ശതമാനമാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാർ. അവർക്ക് മാത്രമേ കൃത്യമായി വരുമാനം കിട്ടുള്ളൂ. ബാക്കി എല്ലാ ഫീൽഡിലും ഇപ്പം നമ്മുടെ വീട്ടിൽ ഒരാൾ ജോലിക്ക് വന്നുകൊണ്ടിരുന്നെങ്കിൽ അവർക്ക് നിത്യവും വരുമാനം അതായിരുന്നു. ആ കോവിഡ് വന്നപ്പോൾ നമ്മൾ അവരെ കയറ്റിയില്ല വീട്ടിൽ, അവരുടെ വരുമാനം നിന്നില്ലേ. ഇപ്പൊ സംഗീതക്കാർക്ക് അത് നമ്മൾ വീട്ടിൽ ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നിടത്ത് അത് നടന്നിട്ടില്ല. പക്ഷെ അത് നമ്മൾ എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ. ഇങ്ങനെ ഒരു പാൻഡമിക് വരിക, അല്ലെങ്കിൽ ഒരു ലോകമഹായുദ്ധം നടക്കുക. അപ്പോൾ പൊതുവെ സമൂഹത്തിലുണ്ടാകുന്ന ബുദ്ധിമുട്ട് സംഗീതക്കാർക്കും ഉണ്ടാവും, ഡാൻസ് എല്ലാ മേഖലയിലും ഉണ്ടാവും. അത് നമ്മൾ ഓവർകം ചെയ്യാനാണല്ലോ ഗ്രാജുവലി നമ്മൾ ഓൺലൈൻ ക്ലാസ് ഇതെല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു തുടങ്ങി. പാൻഡമിക് അതുപോലെ ഇപ്പോ എൻഡോമെന്റ് സ്കോളർഷിപ്പ് അല്ലാതെ മീഡിയകൾ, അങ്ങനെ മീഡിയയിൽ നമുക്ക് എന്താണ് ഒരു ചാൻസ് ഉള്ളത്? സ്കോളർഷിപ്പ് അല്ലാതെ അത് നമുക്ക് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾക്ക് ഒരു ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സെക്ടേഴ്സ് നമുക്ക് തരുന്ന ഒരു ഇതാണ്. അതല്ലാതെ നമുക്ക് മീഡിയകൾ അല്ല, ഇപ്പം ദൂരദർശൻ, ആകാശവാണി എന്നൊക്കെ സാറ് പറയുന്ന അവിടെ നമുക്ക് എങ്ങനെ ഒരു ജോലി
ജോലിക്ക് അപ്ലൈ ചെയ്യാം, അതിന്റെ സാധ്യത നമുക്ക് ഏതെല്ലാം മേഖലയിലേക്ക് നമുക്ക് കൊടുക്കാം, അതിനെക്കുറിച്ച് എന്തെങ്കിലും? ഇല്ല, ദൂരദർശനിലും ആകാശവാണിയിലും ഒക്കെ റെഗുലറായിട്ട് കലാകാരന്മാർ റിക്രൂട്ട് ചെയ്യുന്ന പരിപാടി ഇപ്പോൾ ഇല്ല. മുൻപ് ഞാൻ പറഞ്ഞല്ലോ ഈ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ഒക്കെ സബ്ജക്റ്റ് വൈസ് എടുത്തിരുന്നു, അതും ഇപ്പോഴില്ല. അപ്പോൾ സാധാരണ ഒരു ഗ്രാജുവേറ്റിന് കിട്ടാവുന്ന ജോലിയാണ് മിക്കവാറും മീഡിയകളിലുള്ളത്. ആ മീഡിയയിൽ സാധാരണ ഗ്രാജുവേറ്റിന് കിട്ടാവുന്ന എല്ലാ ജോലികളും ഇൻക്ലൂഡിങ് ന്യൂസ് റീഡിങ്ങോ പ്രസന്ററോ അങ്ങനെയുള്ള എന്ത് ജോലിയും അല്ലെങ്കിൽ ഇപ്പൊ ആകാശവാണിയിലോ ദൂരദർശനിലുള്ള പ്രോഗ്രാം എക്സിക്യൂട്ടീവ്, ട്രാൻസ്മിഷൻ എക്സിക്യൂട്ടീവ്, ഈ ജോലി എല്ലാം നമ്മൾ എലിജിബിൾ ആണ്. ഒരു ഡിഗ്രി ഹോൾഡറായ നമ്മൾ എലിജിബിൾ ആണ്. സംഗീതക്കാരനാകുമ്പോൾ കുറച്ചൊരു അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് ആ മേഖലയിൽ കുറച്ചുകൂടെ അറിവുള്ളതുകൊണ്ട്. നമുക്കായിട്ട് മാത്രം, സംഗീതക്കാർക്കായിട്ട് മാത്രം ഇപ്പൊ മീഡിയ ജോലി തൽക്കാലം ഇല്ല. ഓക്കെ സാർ, താങ്ക് യു. സാർ നമസ്കാരം. സാർ, ഈ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരുടെ കാര്യം നമ്മളിപ്പോൾ ഒരു പരിധി വരെ അവർ സേഫ് ആണെന്ന് വിചാരിക്കും. കാരണം ഇതുപോലെ തന്നെ വെബിനാറുകളിലൂടെയും സെമിനാറുകളിലൂടെയൊക്കെ നേരിട്ട് സാറിനെ പോലുള്ളവരുമായിട്ട് സംസാരിക്കാനുള്ള ഒരു അവസരം അല്ലെങ്കിൽ കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെ മുമ്പോട്ട് പോകാമെന്നുള്ളതിനെ പറ്റി ഒരു കുറച്ചെങ്കിലും ഐഡിയ കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇപ്പൊ ധർമ്മസങ്കടത്തിലായിട്ടുള്ളത് നമ്മുടെ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെയുള്ള അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത കലാകാരന്മാരെ, അതായത് പ്രത്യേകിച്ച് കർണാടക സംഗീത രംഗത്തൊക്കെ നിൽക്കുന്ന വയലിനിസ്റ്റുകളാണെങ്കിലും പാട്ടുകാരാണെങ്കിലും മൃദംഗിസ്റ്റുകളാണെങ്കിലും അവരെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഐഡിയ ആയിട്ട് ഒന്നാന്തരമായിട്ട് പാടുന്ന അല്ലെങ്കിൽ ഒന്നാന്തരമായിട്ട് വയലിൻ വായിക്കുന്ന മൃദംഗം വായിക്കുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളെ നമുക്കറിയാം. പക്ഷെ അവർക്ക് വേദികളും കുറവാണ്, അവരിൽ പലർക്കും വേദികളും കുറവാണ്. അവർക്ക് ഇത്തരം എങ്ങനെ മുമ്പോട്ട് പോകണമെന്നതിനെ പറ്റി അവർക്കൊരു ധർമ്മസങ്കടമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് ഗവൺമെന്റിന്റെ ശ്രദ്ധ ക്ഷണിക്കാൻ സാറിനെ പോലെയുള്ളവരുടെ ഒരു പ്രയത്നം കൊണ്ട് നമുക്ക് എങ്ങനെ സാധിക്കും എന്നുള്ളതിനെ പറ്റി എന്ന് പറഞ്ഞാൽ കൊള്ളാം. ഇത് നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് പറഞ്ഞ ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഇത് ഈ സിറ്റുവേഷൻ ഉണ്ടായത് കോവിഡ് കൊണ്ടുണ്ടായ ഒരു ബുദ്ധിമുട്ടാണല്ലോ, ഇതിനെ കുറിച്ചല്ലേ പറയുന്നത്? അത് കോവിഡിന്റെ മാത്രം പ്രശ്നമല്ല ഞാൻ പറഞ്ഞത്. കോവിഡിന് മുമ്പ് തന്നെ ഈ ക്വാളിഫൈഡ് അല്ല, വെൽ ക്വാളിഫൈഡ് അല്ലാത്ത കലാകാരന്മാരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ദുർഘടമായിട്ടുള്ള ഒരു ഇത് അവരുടെ മുമ്പിൽ കിടപ്പുണ്ട്, അവരുടെ മുമ്പിലുണ്ട്. കാരണം അവർക്കറിയില്ല എങ്ങനെ. ഇപ്പൊ അവർക്ക് വല്ലപ്പോഴും കിട്ടുന്ന വേദികളല്ലാതെ എവിടെയെങ്കിലും ആരെങ്കിലും കച്ചേരിക്ക് വിളിച്ചാൽ പോകാം എന്നുള്ളതല്ലാതെ അവർക്ക് പലർക്കും മറ്റു ജോലികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ചെയ്യാൻ അറിയാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അതിപ്പോ ടീച്ചിങ്ങും ട്രെയിനിങ് നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, പരിപാടിക്ക് പങ്കെടുക്കുക, ഈ രണ്ട് ഓപ്ഷനേ അവർക്കുള്ളൂ. വേറെ എന്താണ്? അവരെ പ്രൊഫഷണൽസ് ആവാൻ തീരുമാനിച്ചിരിക്കുന്നവരാണല്ലോ അവര്. അങ്ങനെയുള്ളവർ വെച്ചാൽ 24 hours ഇതിനു വേണ്ടി നടക്കുന്നവരാണ്. അവർക്ക് പഠിപ്പിക്കുക, പറഞ്ഞു കൊടുക്കുക, റെക്കോർഡിങ്ങൾക്ക് വായിക്കുക, പ്രോഗ്രാമിന് വായിക്കുക, അതല്ലാതെ വേറെ ഓപ്ഷൻസ് ഒന്നും സർക്കാർ അങ്ങനെ എന്തെങ്കിലും പെൻഷനോ സ്കോളർഷിപ്പോ ഒന്നും കൊടുക്കുന്ന ടിപ്പുമില്ല. വയസ്സായി കഴിഞ്ഞാൽ പെൻഷൻ കൊടുക്കുന്ന സ്കീമുണ്ട് സർക്കാരിന്. വയസ്സായ കലാകാരന്മാർക്ക്, വയ്യാത്ത കലാകാരന്മാർക്ക് മാസം 4000 രൂപ പെൻഷൻ കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട്. കേരള സർക്കാർ ഇപ്പൊ നല്ല പൈസ പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് വയ്യാത്ത കലാകാരന്മാർ. അല്ല, അവരുടെ കാര്യത്തിൽ കൂടുതൽ ഗവൺമെന്റിന്റെ ശ്രദ്ധ ആകർഷിക്കത്തക്ക രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ ചോദിച്ചെന്നുള്ളൂ. അത് ഗവൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കുകയും പുതിയ പുതിയ പദ്ധതികൾ ഇൻട്രോഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. പല പുതിയ പുതിയ പദ്ധതികൾ വരുന്നുണ്ട്. ഒരു കാര്യം നമുക്ക് ഇതിനെക്കുറിച്ച് പെട്ടെന്ന് നമ്മൾ അറിയുന്നില്ലെന്നുള്ളതാണ്. ഈ പുതിയ എന്തെങ്കിലും സ്കീം വരുമ്പോഴേ ഇതിപ്പോ ഞാൻ പറഞ്ഞില്ല നേരത്തെ, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരാൾ ആർക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല, അവർക്ക് ആ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി സ്ഥാപനം നടത്താനുള്ള സാമ്പത്തിക സഹായം കൊടുക്കാനുള്ള സംവിധാനമുണ്ട് ഗവൺമെന്റിന്. അത് കിട്ടി സ്ഥാപനം കൺസ്ട്രക്ട് ചെയ്ത പലരും ഉണ്ട് കേരളത്തില്. പക്ഷെ ഞാൻ അത്ര ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഞാൻ പോയി ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അത് ശരി പണിതിട്ടുണ്ടോ, വാങ്ങിച്ച കാശ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെ സഹായം ഗവൺമെന്റ് കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട്. ആയിക്കോട്ടെ സാർ, താങ്ക് യു. അപ്പൊ കൂടുതൽ ചോദ്യം ഇല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. അതെ അതെ. അപ്പൊ ഞാനിപ്പോ ഇന്ന് എക്സ്പ്ലെയിൻ പറഞ്ഞത് ഒരു ലിമിറ്റഡ് ഏരിയയിലുള്ള സ്കോപ്പ് മാത്രമാണ്. നിങ്ങൾ സ്ഥിരമായിട്ട്
നേരത്തെ പറഞ്ഞാൽ പത്രം വായിക്കേണ്ട വലിയൊരു പത്രം, വെബ്സൈറ്റ്, ന്യൂസുകളൊക്കെ നമ്മൾ അന്വേഷിച്ച് പിടിക്കണം. എങ്കിലേ നിങ്ങളുടെ എല്ലാവിധ നമ്മളിപ്പോൾ സംഗീതം മാത്രം, ഈ നേരത്തെ ഞാൻ പറഞ്ഞ സംഗീതം മാത്രം അഭ്യസിച്ച് ഇപ്പോൾ ഡോക്ടർ ബാലമുരളികൃഷ്ണ, MS സുബ്ബലക്ഷ്മി ഇവരൊക്കെ സ്കൂളിൽ പോയിട്ടില്ലെന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റു കാര്യത്തിൽ അറിവില്ലെന്നല്ല അർത്ഥം, അക്കാഡമിക് എഡ്യൂക്കേഷൻ അറിവില്ലെന്നേ ഉള്ളൂ. അവരൊക്കെ അതിബുദ്ധിശാലികളും അപ് ടു ഡേറ്റ് ആയിരുന്നു എല്ലാ കാര്യത്തിലും. അതാണ് അവരുടെ ക്വാളിറ്റി. അതിനൊരു ഫോമൽ എഡ്യൂക്കേഷൻ അവർ പോയില്ലെന്നുള്ളതേ ഉള്ളൂ. നമ്മൾ സ്വയം അപ്പോഴപ്പോഴുള്ള ചലഞ്ചസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി സ്വയം റെഡി ആയിട്ട് വേണം നമ്മൾ ഇരിക്കാൻ. ഇപ്പൊ നിങ്ങൾ ഇപ്പൊ സപ്പോസ് BA മ്യൂസിക് കഴിഞ്ഞ് ബാങ്ക് ക്ലർക്ക് പരീക്ഷ എഴുതാം, ബാങ്ക് ഓഫീസർ പരീക്ഷ എഴുതാം. ഞാനൊരു ഉദാഹരണം പറയാ. നമ്മൾ അതിനുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണ്ടേ? 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സാ ചോദിക്കുക, പക്ഷെ അത് നമുക്ക് അറിയണമല്ലോ. പൊതുവിജ്ഞാനം ഇപ്പൊ UGC നമ്മൾ പലരും നെറ്റ് പാസ്സാകുന്നില്ല, JRF കിട്ടുന്നില്ല. കാര്യം എന്താ? UGCയുടെ ആദ്യത്തെ പേപ്പർ നമ്മൾ പാസ്സാകുന്നില്ല. പൊതുവിജ്ഞാനമാണ് ചോദിക്കുന്നത്. സംഗീതത്തെക്കുറിച്ചുള്ള 2ാം പാർട്ട് അവർ വാല്യൂ ചെയ്യണമെങ്കിൽ ആദ്യത്തെ പേപ്പർ നമ്മൾ പാസ്സാവണം. അത് പൊതുവിജ്ഞാനമാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് നമ്മൾ എടുത്തേ കഴിയൂ. അതിനകത്ത് നമുക്ക് എക്സെപ്ഷൻ ചോദിക്കാൻ കഴിയില്ല. മറ്റ് സബ്ജക്റ്റുകാർ പഠിക്കുന്ന പോലെ നമ്മളും അത് പഠിച്ച് തന്നെ ആവണം. ഈ ഞാനീ പറഞ്ഞതല്ലാതെ വേറെ നിരവധി അവന്യൂസ് ഉണ്ട്. നിങ്ങൾ അതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഇത് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അവസരങ്ങളുണ്ട് എന്ന് പറയാൻ വേണ്ടി ഒരു വേദി എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ നമുക്ക് എന്തെല്ലാം ഓപ്ഷൻ ഒന്നും 100% എക്സ്പ്ലെയിൻ ചെയ്യാവുന്നൊരു ക്ലാസ് എടുക്കാനൊന്നും പറ്റില്ല. എല്ലാ ദിവസവും പുതിയ എന്തെങ്കിലും സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഉള്ളത് ചിലത് നിന്നു പോകുന്നുണ്ട്. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് അത് ഉള്ളത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.